ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് ഒരു നല്ലൊരു സൂപ്പർ സ്നാക്സാണ്. ഈവനിങ്ങിൽ കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്സാണ്. നേന്ത്രപ്പഴം കൊണ്ട് കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്സാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഏറെ ഇഷ്ടപ്പെടും ഒരു സ്നാക്സാണ്. ഒരു 3-4 പഴം എടുത്ത് നന്നായിട്ട് പുഴുങ്ങുക. നന്നായിട്ട് പുഴുങ്ങിയതിന് ശേഷം അത് തണുത്തതിന് ശേഷം അതിനെ നന്നായിട്ട് ഉടച്ചെടുക്കുക. ആ പഴത്തിന് നേന്ത്രപ്പഴത്തിൽ ധാരാളം ഗുണങ്ങളുണ്ട്. പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്, ഫൈബർ അടങ്ങിയിട്ടുണ്ട്, പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്, മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്, പിന്നെ വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഇതിന് അടങ്ങിയിട്ടുണ്ട്. കുറച്ച് ശർക്കര എടുത്ത് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അടുപ്പിലേക്ക് വയ്ക്കുക. അത് നന്നായിട്ട് ഉരുകിയതിന് ശേഷം അത് ഒരു അരിപ്പ ഉപയോഗിച്ച് അരിച്ച് ഈ പഴത്തിലേക്ക്, ഉടച്ച് വെച്ചിരിക്കുന്ന പഴത്തിലേക്ക് ഒഴിക്കുക. തിരികെ തേങ്ങ ഇതിലേക്കിടുക. ഇതിനാവശ്യമായിട്ട് 1 മുറി തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്ത് നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ഇത് മുക്കിയിടുന്നതിന് വേണ്ടി ഒരു ബാറ്റർ തയ്യാറാക്കാം. ഒരു 2 സ്പൂൺ അരിപ്പൊടിയും 1 ഗ്ലാസ് മൈദയാണ് ഞാൻ ഇതിൽ ഉപയോഗിക്കുന്നത്. മൈദയും ഇതിലേക്ക് ഇടുക. അതിനുശേഷം ഒരല്പം മഞ്ഞൾപ്പൊടി ഇതിലേക്കിടാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 2 സ്പൂൺ പഞ്ചസാര ഇതിലേക്കിടുന്നുണ്ട്. പിന്നെ ഒരു ശകലം ഉപ്പും ഇതിലേക്ക് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അതിനെ നന്നായിട്ട് കലക്കിയെടുക്കുക. ഇത് മുക്കി ഇതിനകത്തിടുന്ന പരുവത്തിൽ അതിനെ കലക്കിയെടുക്കുക. ഒരുപാട് വെള്ളം ആവാൻ പാടില്ല, ഒരുപാട് കട്ടിയാവാനും പാടില്ല. ആ പരുവത്തിൽ തന്നെ കലക്കിയെടുക്കുക. ഒഴിച്ച് വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴത്തിന് ഓരോ ഉരുളകളാക്കി ഉരുട്ടി ഒരു പ്ലേറ്റിലേക്ക് വയ്ക്കുക. അതിന് ശേഷം പിന്നീടാണ് ഇതിൽ മുക്കി എണ്ണയിലിടേണ്ടത്. അതുകൊണ്ട് എല്ലാം ഉരുട്ടി വയ്ക്കുക. ഞാനിവിടെ ഒരു ഇരുമ്പ് ചീനച്ചട്ടിയാണ് എടുത്തത്. ആ ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് അത് ചൂടായതിന് ശേഷം എണ്ണ ഒഴിക്കുക. എണ്ണ നന്നായിട്ട് തിളച്ചതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് ആണ് ഇത് മുക്കിയിടേണ്ടത്. ഓരോന്നായിട്ട് എണ്ണയിൽ മുക്കിയിടുക. ഇത് വെന്തതിന് ശേഷം അതിനെ തിരിച്ചിടുക.
രണ്ട് സൈഡും ഒരുപോലെ മൂത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റുക. കോരി മാറ്റിയതിന് ശേഷം വീണ്ടും ഇതുപോലെ മാവിൽ മുക്കി ഓരോ ഉരുളയായിട്ട് എണ്ണയിലേക്ക് ഇടുക. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സൂപ്പർ സ്നാക്സാണ് ഇത്. രണ്ട് സൈഡും മറിച്ചിടുക. മറിച്ചിട്ടിട്ട് അത് രണ്ട് സൈഡും ഒരുപോലെ മൂത്തതിന് ശേഷം ഇത് പാത്രത്തിലേക്ക് കോരി മാറ്റുക. ഇത് പെട്ടെന്ന് റെഡിയാവും. കാര്യം പഴം അവിച്ചതായത് പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. രണ്ട് സൈഡും അതിൻ്റെ പുറം ഭാഗം മാത്രം ഒന്ന് മൂത്ത് കിട്ടിയാൽ മതി. ഈ നേന്ത്രപ്പഴം കൊണ്ടുള്ളത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സൂപ്പർ സ്നാക്സാണ്. എല്ലാവരും ഇത് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക.